السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഞാൻ ഈ വീഡിയോയിൽ വരാനുണ്ടായ കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്ത്. ഇസ്ലാമിക് വ്യൂ പോയിന്റിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രാധാന്യം വളരെ വളരെ വലുതാണ്. അതിൽ നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്ത് അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ റസൂലുള്ളാഹി നമ്മൾ ഒരു പരിപൂർണ മുഅ്മിനാവണമെങ്കിൽ നമുക്ക് റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്ത് നമ്മുടെ സ്വന്തം ശരീരത്തേക്കാൾ കൂടുതൽ റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്ത് ഉണ്ടായാൽ മാത്രമാണ് ഒരു പരിപൂർണ മുഅ്മിനാവാൻ സാധിക്കുകയുള്ളൂ. അതിന് ഭാഗമായി ഇത് ഒരു വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സിൽ ഉണ്ടായത്. അപ്പോൾ ഇതെൻ്റെ ഒരു കടമയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമായിരുന്നു ലാളിത്യം. റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലകൾ നോക്കുകയാണെങ്കിലും ലാളിത്യം റസൂലുള്ളാഹി സെലക്ട് ചെയ്യായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഭക്ഷണ രീതിയിലാണെങ്കിലും വസ്ത്രധാരണയിലാണെങ്കിലും താമസത്തിലും ഒക്കെ ഒരു ലാളിത്യം സെലക്ട് ചെയ്യുന്നൊരു സ്വഭാവ ഗുണമായിരുന്നു റസൂലുള്ളാഹിക്ക്. അപ്പോൾ റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്ത് കാരണമായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹിൻ്റെ ആ ഒരു ലാളിത്യം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ നേട്ടമായിരിക്കും അത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹിൻ്റെ അനുയായികളോട് റസൂലുള്ളാഹിൻ്റെ പെരുമാറ്റ രീതി നോക്കുകയാണെങ്കിൽ വളരെ ലാളിത്യത്തോടും കാരുണ്യത്തോടും കൂടിയായിരുന്നു റസൂലുള്ളാഹി പെരുമാറിയിരുന്നത്. അപ്പം റസൂലുള്ളാഹിൻ്റെ ഒരു കുഞ്ഞുമോൻ്റെ പാട്ട് ഞാൻ കുറച്ച് നാളായിട്ട് നമ്മൾ കേൾക്കാനിടയായി. ഉപ്പ ഉമ്മ അതിലേറെ ഇഷ്ടം എൻ്റെ നബിയോട്. അതിലൊരു വരിയുണ്ട്, റസൂലുള്ളാഹിൻ്റെ മദ്ഹിൽ അലിഞ്ഞവർക്കല്ലേ ജന്നാത്തുൽ ഫിർദൗസ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ മദ്ഹിൽ അലിയാൻ നമുക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.